മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അന്വേഷണം CPM നേതാക്കളിലേക്ക്. ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണമാണ് നേതാക്കളെ കേന്ദ്രീകരിക്കുന്നത്. സമരത്തിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട CPM നേതാക്കളുടെ ഫോൺ വിവരങ്ങൾ പരിശോധിക്കും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണം സുപ്രധാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം ഗൂഢാലോചനയെ സംബന്ധിച്ച വിശദാംശങ്ങളാണ് പരിശോധിക്കുന്നത്. ഇതിൽ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പങ്കാളിത്തമാണ് അന്വേഷിക്കുന്നത്. അതിൽ തന്നെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഈ സമരത്തിൽ നേരിട്ട് പിണറായി വിജയന്റെ വീടിന് മുന്നിൽ എത്തിയിരുന്നു. എന്നാൽ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഫോൺ വിവരങ്ങൾ പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടറി, അതുപോലെ തന്നെ മുൻ മന്ത്രിമാർ അടക്കമുള്ള നേതാക്കളുടെ CDR അടക്കം പരിശോധിക്കും. ഇവർ ആ സമയം ആരെയൊക്കെ ബന്ധപ്പെട്ടു, ഇവരുടെ ഫോണിലേക്ക് ആരുടെയൊക്കെ കോളുകൾ വന്നു, പ്രത്യേകിച്ച് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ഫോൺ കോളുകളോ സന്ദേശങ്ങളോ വന്നിട്ടുണ്ടോ, ഇതൊക്കെയാണ് പരിശോധിക്കുന്നത്. അതായത് ആ സമയത്ത് അവിടെ സംഘർഷം ഉണ്ടാക്കാൻ നേതാക്കൾ പ്രേരണ ചെലുത്തിയിട്ടുണ്ടോ, അതിന് അവർക്ക് ഏതെങ്കിലും നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടോ, ഇതാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ഇതിനായിട്ടാണ് ഫോൺ വിശദാംശങ്ങൾ പരിശോധിക്കുന്നത്. ഏതായാലും നിലവിൽ അറസ്റ്റിലായിട്ടുള്ള 25 പ്രതികളുടെ ഫോൺ വിളി വിശദാംശങ്ങൾ പരിശോധിച്ചിരുന്നു. അതിൽ നിന്ന് ഗൂഢാലോചനയുടെ തെളിവുകൾ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ അവരുടെ വാട്സപ്പ് സന്ദേശങ്ങളൊക്കെ പരിശോധിക്കാൻ വേണ്ടിയുള്ള സൈബർ ഫോറൻസിക് പരിശോധന തുടരുകയാണ്. ഇതിനിടയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് 7 പ്രതികളുടെ ജാമ്യാപേക്ഷ ഇന്നലെ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി തള്ളിയിരുന്നു. മാത്രമല്ല ആ ഉത്തരവിൽ കടുത്ത നിലപാടാണ് കോടതി എടുത്തിരിക്കുന്നത്. അതായത് ഈ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചാൽ ആ പ്രതികൾ വീണ്ടും ED ഉദ്യോഗസ്ഥരുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കോടതിയുടെ നിരീക്ഷണം. അതിനൊപ്പം തന്നെ പ്രതികൾ ജാമ്യത്തിലിറങ്ങി മുങ്ങാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്നും കോടതി വിലയിരുത്തുന്നുണ്ട്. അതിനൊപ്പം ഈ കേസിലെ ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ കൂടി അന്വേഷിക്കാനുണ്ടെന്ന സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നിലപാടും കോടതി ശരിവെച്ചിട്ടുണ്ട്. മാത്രമല്ല കേസിലെ 19-ാം പ്രതിക്ക് 23ഓളം ക്രിമിനൽ കേസുകൾ നേരത്തെ തന്നെ ഉണ്ട് എന്നുള്ള പ്രോസിക്യൂഷന്റെ വാദവും കോടതി അംഗീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 54 ദിവസമായി ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതികൾ ജയിലിൽ കഴിയുകയാണ്. ഇനി ഇവരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയാണ് പരിഗണിക്കേണ്ടത്.